നമസ്കാരം. ഞാനിപ്പോൾ ബാംഗ്ലൂർ എൻ്റെ സുഹൃത്തിൻ്റെ റൂമിലാണ് ഉള്ളത്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ റിയാസിൻ്റെ ഈ ഡയലോഗ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ചെമ്പും കലം എൻ്റെ കൂടെ കഴുകാൻ പറ്റത്തില്ല, ബിരിയാണിക്കുള്ള പൈസ ഞാൻ വാങ്ങിക്കൊണ്ട് പോകും. പക്ഷെ ബിരിയാണി എന്ന് കേട്ടപ്പോൾ ഒരു ആഗ്രഹം. ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പോൾ ബിരിയാണി വാങ്ങാൻ പറ്റത്തില്ല. ഒരു ചിക്കൻ വാങ്ങി കറി വെച്ചാലോ? അതായിരിക്കും നല്ലത്. അങ്ങനെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്ക്. ചിക്കൻ വെക്കണം, കഴിക്കണം, നിങ്ങളെ കാണിക്കണം. കണ്ട ഇരിക്കണ ഇരിപ്പ് കണ്ട, കുളിച്ച് തോർത്തി പൗഡറൊക്കെ ഇട്ട് ഇരിക്കണ ഇരിപ്പ് കണ്ട. പിന്നെ ഈ ചിക്കൻ ഒറ്റക്കല്ലോട്ടോ മക്കളെ, എന്നുണ്ടോ? നല്ല വെളുത്തുള്ളി കൂട്ടിനുണ്ട്, ഇഞ്ചി ചേട്ടനുണ്ട്, പച്ച കളറിലല്ല അടിപൊളി പച്ചമുളക്. തൊട്ട് നോക്കണം ഒരു അറിയണമെങ്കിൽ. കണ്ടോ, ഒരു കാരണമില്ല, അത് വെറുതെ നമ്മളെ കരയിപ്പിക്കുന്ന ഒരു അടിപൊളി സവാള. കണ്ടോ, കവിമതിന് കവിട് പോലത്തെ നല്ല തക്കാളി. പിന്നെ അതാണ്ടേ നല്ല വെളുത്ത തേങ്ങാക്കൊത്ത്. പിന്നെ കറുത്തിരിക്കുമോ തേങ്ങാക്കൊത്ത്? വെളുത്തതല്ലേ? പട്ട, മറ്റേ പട്ടയല്ല, അത് കറുകപ്പട്ട. ദേ ഇങ്ങോട്ട് നോക്കിയേ, കണ്ടോ ചിക്കൻ മസാല കണ്ടോ? അടുത്ത് പോരട്ടെ, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്. പിന്നെ നാളെ മല്ലിച്ചേച്ചിരി വീട്ടിൽ നിന്ന് മല്ലിച്ചുകൊണ്ട് വന്ന അടിപൊളി മല്ലിപ്പൊടി. ഇന്ന് നമ്മ പൊളിക്കും. പിന്നെ പ്രത്യേകിച്ച് ഞാൻ കറി വെക്കുമ്പോൾ ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഈ സാധനങ്ങളെല്ലാം ഞാൻ ഇതുപോലെ ചതച്ചേ ഇടാറുള്ളൂ, മിക്സിയിൽ അടിക്കാറില്ല കേട്ടോ. വേണ്ടേ ഇഞ്ചി കണ്ടോ? ഇവനെ ഞാൻ ഇടിച്ച് ഇഞ്ചപ്പരിവാക്കും, നോക്കിക്കും. ഇവളോട് ഞാൻ ആദ്യം കളിക്കത്തില്ല, കാരണം ഇവൾ കുറച്ച് പെശക, കാണാനൊക്കെ നല്ല സുന്ദരിയാ. വേണ്ട അയ്യോ. ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് സങ്കടങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ നന്നായിട്ട് കരയാൻ തീരുമാനിച്ചു. ഇന്ന് കരഞ്ഞ് ഞാൻ മെഴുകും. കരയുന്ന കണ്ണീരിലൂടെ ഒരുപാട് സങ്കടങ്ങൾ പുഴ പോലെ ഒഴുകുമെന്ന് പണ്ടാര് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണമില്ലാതെ എന്നെ കരയിപ്പിച്ചത് ഇവനെ ഞാൻ വെട്ടി നുറുക്കി ഈ കോളത്തിലാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം തീർക്കാൻ വേണ്ടി ഞാനാണ് വെളിച്ചെണ്ണ ഇട്ടങ്ങോട്ട് വറക്കും. എന്നോട് പിണക്കമാണോ ചേട്ടാ? എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. കണ്ടോ കോഴിയുടെ കരച്ചിലുണ്ടോ? എന്നെ ചട്ടിയിലേക്കിടൂ, ഈ കറി ആവാൻ കൊതിയായി. എന്നാൽ പിന്നെ കോഴിച്ചേച്ചർ ആഗ്രഹം പോലെ അധികം കാത്തു നിൽക്കാതെ ചട്ടി അങ്ങോട്ട് വെക്കാം, പണി തുടങ്ങാം. ഒരുപാട് നാളായി ആരോരുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് തണുത്ത് വിറച്ച വെളിച്ചെണ്ണ അല്പം ചൂടിന് വേണ്ടി കൊതിച്ചു സുഹൃത്തുക്കളെ, കൊതിച്ചു. ചട്ടിയുടെ ആത്മാർത്ഥ പ്രണയത്തിന് മുമ്പിൽ വെളിച്ചെണ്ണ തിളച്ചു പൊങ്ങി. ഇത് കണ്ട ചട്ടിയുടെ പഴയ കാമുകൻ പെരിഞ്ചീരകം ആ വെളിച്ചെണ്ണയിലേക്ക്, ആ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ചാടിച്ചാവുകയാണ് സുഹൃത്തുക്കളെ, ചാടിച്ചാവുകയാണ്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ അയൽവാസിയായ തേങ്ങാക്കൂത്ത് പെരിഞ്ചീരകത്തിന് കൂടെ ചാടി. രണ്ടും അവിടെ കിടക്കട്ടെ. മതി, കളിച്ചേ മതി, തമാശക്കട വെക്കട്ടെ. ഞാൻ അല്പം സീരിയസിലേക്ക് കിടക്കാം. വെളുത്തുള്ളി വന്നു, ഇഞ്ചി പോരട്ടെ, ഇഞ്ചി ഇടൂ, സമയങ്ങളല്ലേ. ഇഞ്ചി ഇട്ടു. അടുത്ത് നല്ല പച്ചമുളക് പോരട്ടെ, പച്ചമുളക് ഇടൂ. അങ്ങനെ പച്ചമുളക് ഇട്ടു. ഇവൻ എന്നെ ഒരുപാട് കരയിപ്പിച്ചതുകൊണ്ട് ഇവന് വലിയ മാസ് എൻട്രി ഒന്നും വേണ്ട. ഇവൻ അങ്ങോട്ട് ഇടാം, അങ്ങോട്ട് ഇളക്കാം. ഞാൻ പ്രത്യേകം ക്ഷണിക്കാത്തതുകൊണ്ട് ഞാനുമായി വഴക്കിട്ടോർത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ വരും കണ്ടോ. ഇവന് ആളിത്തിരി പെശക. ഇവനില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല, ഉണ്ടെങ്കിലോ ഭയങ്കര പ്രശ്നം. ഞാനങ്ങനെ സ്പൂണൊന്നും നോക്കാറില്ല, പ്രത്യേകിച്ച് കറി വെക്കുമ്പോൾ. ഒരു കൈക്കുള്ള അളവാണ് എൻ്റെ മനസ്സിലുള്ള അളവ്. ഞാൻ അതിലിടും, കൂടിയാൽ ഞാൻ തന്നെ സഹിക്കും. ചെറിയ തീയിലിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ സവാള നല്ലവണ്ണം വഴണ്ട് കിട്ടുമെന്ന് പണ്ടാരോ പറയുന്നുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമുക്കിതേ ഈ ഒരു കാവ്യാമാധവനെ പോലത്തെ തക്കാളി എടുത്ത് കേട്ടോ നന്നായിട്ടൊന്ന് ചെറുതാക്കി മുറിച്ച് വെക്കാം. ഇനിയാണ് പൊടിയിടൽ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കണ്ണിൽ പൊടിയിടുക എന്ന് കേട്ടിട്ടില്ലേ? ചട്ടിയിൽ പൊടിയിടുന്നത് കണ്ടോളൂ. ആദ്യം കാശ്മീരി ചില്ലി ഇട്ടു, പിന്നെ മല്ലിച്ചേച്ചിയുടെ മല്ലിപ്പൊടി ഇട്ടു. അടുത്തത് എന്താണാവോ? അത് തന്നെ ചിക്കൻ മസാല. ഇതില്ലെങ്കിൽ ചിക്കൻ കറി ഇല്ല എന്നാണ് പറയുന്നത്. ആര് പറഞ്ഞു? ആരോ പറഞ്ഞു. ഇനി അടുത്തത് എന്താ? ചട്ടകം. കണ്ടോ, ഓട്ടയുള്ള ചട്ടകമാണ്. നിങ്ങളുടെ ചട്ടകത്തിന് ഓട്ടയില്ലെങ്കിൽ ചട്ടം വാങ്ങിയിട്ട്
ഓട്ട ഇടിയിച്ചാലും മതി കേട്ടോ. അങ്ങനെ എല്ലാ എല്ലാ മസാലപ്പൊടികളും ഇഴുകിച്ചേർന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നായിക കോഴിച്ചേച്ചി ചട്ടിയിലേക്ക് കാൽ തെറ്റി വീഴുകയാണ് സുഹൃത്തുക്കളെ. കാൽ തെറ്റി വീഴുകയാണ്. ഈ മസാലപ്പൊടികളുടെ അകമ്പടിയോടെ ചേച്ചി ചട്ടിയിൽ കിടന്ന് നൃത്തം ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. നൃത്തം ആരംഭിക്കുകയാണ്. അവരോടൊക്കെ ഡാൻസ് കളിക്കട്ടെ. നമുക്കിതൊന്ന് മൂടി വെക്കാം. എന്താ, നമുക്ക് തുറന്നു നോക്കിയാലോ? നോക്കട്ടെ. കണ്ടോ കണ്ടോ, എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഡാൻസ് കളിച്ച് വെട്ടി വയർത്ത് കണ്ടോ. ഈ ചിക്കൻ്റെയും മസാലയുടെയൊക്കെ ആ ഒരു ചാറങ്ങോട്ട് ഇളകിയിട്ടുണ്ട്. നോക്കിയേ, കണ്ടോ, നല്ല മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ചിക്കൻ ശരിക്കും ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി ചിക്കന് വെള്ളമുണ്ട്. ആ വെള്ളമാണ് നേരത്തെ ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ അല്പം വെള്ളം ഓവറായി കഴിഞ്ഞാലും നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ആഹാ, നല്ല മണം വരുന്നുണ്ട് മക്കളെ. ചിക്കൻ കറിയുടെ നല്ല മണം വരുന്നുണ്ട്. കണ്ടോ, വെട്ടിത്തെളിച്ച് ചിക്കനൊക്കെ അങ്ങോട്ട് കിടന്ന് ഇളകി അടിപൊളി. ഇനി ഒട്ടും സമയം കളയാനില്ല. ചോറ് തിന്നാനുള്ള കൊതിയായി. ഞാനപ്പോൾ ഒരു തവിയേ ഉണ്ണാറുള്ളൂ. ഇന്ന് ചിക്കൻ കറി ഉള്ളത് കൊണ്ട് 2 തവി എടുക്കാം എന്ന് വിചാരിച്ചു. 2 തവി ചോറ്. കണ്ടോ, ഒരു ഒറ്റ പീസ് ചിക്കൻ കഷ്ണം. കണ്ടോ കണ്ടോ. അപ്പോൾ കറിയൊക്കെ റെഡിയായി. നല്ല കൊതി വരുന്നുണ്ട്. ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബിരിയാണിന്ന് കേട്ടപ്പോഴാണ്, ബിരിയാണി വെക്കാൻ പറ്റില്ലെങ്കിലും ഒരു ചിക്കനും വെക്കണ്ടേ. അപ്പോൾ കഴിച്ചു നോക്കട്ടെ. ഇതിന് ഞാൻ പേരിട്ടിട്ടില്ല. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ പേരിടാനായിട്ട്. നല്ല ചൂട്. പേരിടണ്ടേ? കാരണം ജീവൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേരുള്ള ഒരു ജീവിയാണ് കോഴി. അപ്പോൾ കഴിച്ചോ. ഓക്കെ. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ പേരാണ് ചിക്കൻ കുഴപ്പമില്ലാത്തത്. എന്ത്? ചിക്കൻ കുഴപ്പമില്ലാത്തത്. കുഴപ്പമില്ല, കഴിക്കാം.